ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കൻ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചേഞ്ചസ് ഒക്കെയാണ് മെയിനായിട്ട് മാർക്കറ്റിനെ ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിലുള്ള വരുന്ന ചർച്ചകളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ മാർക്കറ്റിനെ ഇനി എന്തെങ്കിലും നല്ലൊരു ന്യൂസ് വന്നാലേ മാർക്കറ്റിനെ അതുപോലെ സ്വാധീനിക്കാൻ ചാൻസ് ഉള്ളൂ. കറൻറ്റ്ലി ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,929 102 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 49,099 ക്ലോസ് ചെയ്തു. 260 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 1,227 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 49,654 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 567 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 15,407 ഇന്ന് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 15.01 സെൻസെക്സ് ഇന്ന് 200 പോയിൻ്റ് ഇടിഞ്ഞ് 75,939 ക്ലോസ് ചെയ്തു. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 4,364 കോടി രൂപയുടെ ബൈ നടത്തി. എന്നാൽ FII ഇന്ന് നെറ്റ് സെല്ലേഴ്സ് ആണ്. 4,295 കോടി രൂപയുടെ സെല്ലാണ് നടന്നത്. ഈ ആഴ്ച എല്ലാ ദിവസവും FII സെല്ലിങ്ങിലായിരുന്നു. വളരെ നാളുകളായിട്ട് കൂടുതലും FII സെല്ലിംഗ് മോഡലാണ് പോയത്. FIIയുടെ ബൈങ് തിരിച്ച് വരുമ്പോഴേ നമ്മളെ മാർക്കറ്റിന് വീണ്ടും ഒരു മൂവ്മെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ന്യൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് എല്ലാം വളരെ ചെറിയ ഗെയിനേ വന്നിട്ടുള്ളൂ. എല്ലാം ബിലോ 1% ഗെയിനേ വന്നിട്ടുള്ളൂ. ബ്രിട്ടണിൽ ഇന്ന് 0.95% ഗെയിനുണ്ടായി. ICICI ബാങ്ക് 0.81%, നെസ്ലെ ഇന്ത്യ 0.76%, ഇൻഫി 0.53%, HCL ടെക് 0.50%, TCS 0.46%, ഹിൻഡാൽകോ 0.25%, ITC 0.07%, ഭാരതി എയർടെൽ 0.02% കുറവുണ്ടായി. ഇന്ന് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്ടിൽ നിന്ന് 4.63% കുറവുണ്ടായി. ബെൽ 4.42%, അദാനി എൻ്റർപ്രൈസസ് 4.26%, ട്രെൻഡ് 2.89%, ഗ്രാസിം 2.69%, ബജാജ് ഓട്ടോ 2.61%, ഹീറോ മോട്ടോകോപ്പ് 2.57%, സൺ ഫാർമ 2.54%, അൾട്രാസെംകോ 2.52% ആൻഡ് കോൾ ഇന്ത്യ 2.41% കുറവ് കാണിച്ചു. നിഫ്റ്റി ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്ത് 23,742 അവിടെ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,929 ക്ലോസ് ചെയ്തപ്പോൾ 3.43% ലോസാണ് ഈ വർഷം ആകെ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,381 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,071 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,045 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,031 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 22,929 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 459 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. 2,412 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ 1,353 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നു. സെക്ടർ വൈസ് നോക്കിയാലും എല്ലാ സെക്ടേഴ്സും ഒന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമയും നിഫ്റ്റി PSU ബാങ്കും നിഫ്റ്റി മീഡിയ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഹെൽത്ത് കെയർ എല്ലാം ഇന്ന് എബൌട്ട് 2% ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 275 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 22,069 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 41,311 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 125 പോയിൻറ്റ്സിൻ്റെ കുറവ് വന്ന് 5,872 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 85 പോയിൻറ്റ്സിൻ്റെ കുറവ് വന്നപ്പോൾ 23,186 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 28,111 ക്ലോസ് ചെയ്തപ്പോൾ 615 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG ഇന്ന് 176 പോയിൻറ്റ്സ് കുറഞ്ഞ് 53,138 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 8,187 ക്ലോസ് ചെയ്തപ്പോൾ 148 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 831 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1,492 ക്ലോസ് ചെയ്തപ്പോൾ 52 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 714 പോയിൻറ്റ്സിൻ്റെ കുറവ് വന്നു, 30,572 ക്ലോസ് ചെയ്തു.
നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 7923 ക്ലോസ് ചെയ്തപ്പോൾ 92 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഇന്ന് 13,319 ക്ലോസ് ചെയ്തപ്പോൾ 336 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 9852 ക്ലോസ് ചെയ്തപ്പോൾ 145 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. ഇതാണ് പ്രധാനമായിട്ടുള്ളത് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ വീണ്ടും കാണാം. ഈ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഒരു സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ബൈ സെൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റഡിയെക്കുറിച്ചല്ല. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പല വെബ്സൈറ്റിൽ നിന്നും ഉള്ള ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഈ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം. ഇതിലെന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീണ്ടും മൺഡേ കാണാം. ഹാവ് എ ഗുഡ് ഈവനിങ് ഓൾ. ബൈ.